ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധമായ ഈ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോ അപ്പായ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ലൂർദ്. ഞാൻ കൊല്ലത്ത് നിന്നാണ് വരുന്നത്. ഞാൻ 2022 ഏപ്രിൽ 23 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. 22 ഉടമ്പടി എടുത്തതെങ്കിലും എനിക്ക് 2018 തന്നെ മാതാവിൻ്റെ അനുഗ്രഹം കിട്ടിയിരുന്നു. എൻ്റെ ഈ മോളെ പ്രഗ്നൻ്റായ സമയത്താണ് എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം എനിക്ക് കിട്ടിയത്. ഈ മോളെ പ്രഗ്നൻ്റായ സമയത്ത് ഞാൻ ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് അബോർഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതിനൊരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. എൻ്റെ ഏജ് അന്ന് 38 ആയിരുന്നു. പിന്നെ എൻ്റെ 3ാമത്തെ ഡെലിവറി ആയിരുന്നു. ആദ്യത്തെ 2 ഡെലിവറിയും സിസേറിയൻ ആയിരുന്നു. പിന്നെ എനിക്ക് BP ഹൈ ആയിരുന്നു. ന്യൂറോളജിസ്റ്റിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ആൻറ്റിബയോട്ടിക് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായതുകൊണ്ട് ആ ഡോക്ടർ എന്നോട് പറഞ്ഞത് അബോർഷൻ ചെയ്യണം, കുഞ്ഞിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും, മന്ദബുദ്ധി ആയിരിക്കും, എന്തെങ്കിലും അംഗവൈകല്യങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ അബോർഷൻ ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ്. പക്ഷേ ഞങ്ങൾ അബോർഷൻ ചെയ്തില്ല. ദൈവത്തിലുള്ള വിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോയി. ആ ഡോക്ടർ എൻ്റെ കയ്യിൽ നിന്ന് എഴുതി ഒപ്പിട്ട് വാങ്ങി. ഡോക്ടറിന് ഇതിൽ യാതൊരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കത്തില്ല, ഇവർ എന്ത് പ്രശ്നം വന്നാലും ഇവരുടെ തന്നെ ഉത്തരവാദിത്തമായിരിക്കുമെന്ന് പറഞ്ഞ് എങ്കിലും ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ഒരു ചേച്ചി എന്നോട് കൃപാസനത്തെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചും പറയുന്നത്. അന്ന് എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ലായിരുന്നു ഉടമ്പടിയെക്കുറിച്ച്. എങ്കിലും ഞാൻ ഉടമ്പടിയെന്നും കൃപാസന മാതാവെന്നും കേട്ട് അമ്മ മാതാവിനോട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ഈ കുഞ്ഞിനെ എനിക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതെ തരണമെന്നും, പിന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്കൊരു പെൺകുഞ്ഞിനെ തരണമെന്ന്. എനിക്ക് ആദ്യത്തെ 2 ആൺകുഞ്ഞുങ്ങളായിരുന്നു. അപ്പോൾ 3ാമത് എനിക്കൊരു പെൺകുഞ്ഞ് വേണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ അതിജീവിക്കേണ്ടി വന്നു. സ്കാനിങ്ങിലൊക്കെ എപ്പോഴും ഡോക്ടറിനോട് ഒരുപാട് പ്രശ്നങ്ങൾ പറയുമായിരുന്നു. പക്ഷേ ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് എൻ്റെ കുഞ്ഞിൻ്റെ ആ സ്കാനിങ്ങിൽ വന്ന പ്രശ്നങ്ങളെല്ലാം മാതാവ് പരിഹരിച്ച് തന്ന്. അങ്ങനെ 8ാം മാസം തികയാതെ തന്നെ 2018 ഓഗസ്റ്റ് 29 എനിക്കൊരു പെൺകുഞ്ഞിനെ തന്ന്. ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ലായിരുന്നു. മോൾക്ക് ചെറിയൊരു വെയിറ്റ് കുറവായിരുന്നു, അത് മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ഈ മോളെ എനിക്ക് തന്ന്. മോളുടെ പേര് ആജ്ഞ മരിയ എന്ന് പേരിട്ട്, അതും എനിക്ക് മാതാവ് തന്ന പേരാണ്. അങ്ങനെ 2022 ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അത് അന്ന് എൻ്റെ ഹസ്ബൻഡ് വിദേശത്തായിരുന്നു. അന്ന് വിസയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശമ്പളം കുറച്ച് മാസങ്ങളായിട്ട് പെൻഡിങ് ആയിരുന്നു. അങ്ങനെ ആ കാരണങ്ങളെല്ലാം പറഞ്ഞ് നിയോഗങ്ങൾ എഴുതിയിട്ടാണ് ഞാൻ അന്ന് ഉടമ്പടി എടുത്തത്. അതെല്ലാം ആ ഉടമ്പടിയിൽ തന്നെ മാതാവ് എനിക്ക് സാധിച്ചു തന്നു. അങ്ങനെ 2023 ഞാൻ പുതുക്കി. അതിനുശേഷം എൻ്റെ മോൾക്ക് വീട്ടിലൊരു അപകടം പറ്റിയിരുന്നു. മോളിങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ മറിഞ്ഞ് വീണ് അവളുടെ താടിയെല്ലിൻ്റെ ഭാഗം പൊട്ടി. അങ്ങനെ ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവളെ സർജറി ചെയ്യണോ, പ്ലാസ്റ്റിക് സർജറി ചെയ്യണം, കാരണം സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ അത് ഭാവിയിൽ മോൾക്ക് ഒരു അടയാളമായിട്ട് മാറും അവിടെ, അതുകൊണ്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെന്ന് പറഞ്ഞ്. പക്ഷേ എനിക്ക് പേടിയായിരുന്നു. ഇവള് ഡോക്ടറെ അടുത്ത് വരാനോ നേഴ്സുമാരെ അടുത്ത് വരാനോ ഒന്നും സമ്മതിക്കത്തില്ല. ഇവൾ ഭയങ്കര നിലവിളിയായിരുന്നു. അപ്പോൾ എനിക്ക് സർജറിയിൽ ഇവൾ പ്രശ്നങ്ങളുണ്ടാക്കി ഇവൾ ആ തിയേറ്ററിനകത്ത് കയറത്തില്ല എന്നായിരുന്നു എൻ്റെ പേടി. ഇവൾ അവിടെ നിന്ന് ഇറങ്ങി ഓടുമെന്ന് ഞാൻ പേടിച്ചിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം മോളുടെ നെറ്റിയിൽ കുരിശിട്ട് കൊടുത്ത് പ്രാർത്ഥിച്ച് മോളെ ഞാൻ തിയേറ്ററിലേക്ക് പറഞ്ഞു വിട്ടു. അവൾ കരഞ്ഞുകൊണ്ടാണ് അതിൻ്റെ അകത്തോട്ട് കയറിയത്. പക്ഷേ തിയേറ്ററിൽ നിന്ന് സർജറി എല്ലാം കഴിഞ്ഞ് നേഴ്സുമാർ എന്നോട് വന്ന് പറഞ്ഞു മോൾക്കൊരു കുഴപ്പവും ഇല്ല, അവൾ നല്ല ചിരിച്ചുകൊണ്ടാണ് അതിൻ്റെ അകത്ത് കിടന്നത്, ഒരു ശല്യവും ഇല്ലായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ സംരക്ഷണം അവിടെയും എനിക്ക് കിട്ടി. മോൾക്ക് ഇപ്പോൾ ഡോക്ടറെ കാണാനോ നേഴ്സുമാർ ഇഞ്ചക്ഷൻ വയ്ക്കുമ്പോഴോ യാതൊരു പേടിയും ഇല്ല. അവളുടെ പേടിയെല്ലാം മാതാവ് മാറ്റിത്തന്നു. 2024 എൻ്റെ ഹസ്ബൻഡ് വിദേശത്തായിരുന്നു അന്ന്. അങ്ങനെ പെട്ടെന്നൊരു ദിവസം ഈ ഷുഗർ പേഷ്യൻ്റ് ആയതുകൊണ്ട് ഡബിൾ വിഷൻ എന്നൊരു പ്രശ്നം വന്ന്. അങ്ങനെ എൻ്റെ ഭർത്താവ് നാട്ടിലേക്ക് വന്ന്. ഹസ്ബൻഡ് നാട്ടിൽ വന്ന് 2ാം ദിവസം ഞാനും എൻ്റെ 2 ആൺമക്കൾ, എനിക്ക് 2 ആൺമക്കളാണ്, ആദ്യത്തെ 2 ആൺകുട്ടികളാണ്. ഞാനും എൻ്റെ 2 ആൺകുട്ടികളും ഡെങ്കിപ്പനി വന്ന് കിടപ്പിലായി. അപ്പോൾ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്ന് 2ാം ദിവസമായിരുന്നു അത്. അപ്പോൾ ഞങ്ങൾക്ക് തീരെ വയ്യായിരുന്നു. ഞങ്ങളെ നോക്കാനായിട്ട് മാതാവ് അവിടെ എത്തിച്ചതായിരുന്നു ഹസ്ബൻഡിനെ. അങ്ങനെ എനിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടി വന്ന്. എനിക്ക് തീരെ വയ്യായികയായിരുന്നു.
എൻ്റെ കൗണ്ടെല്ലാം കുറഞ്ഞ് എനിക്ക് എണീക്കാൻ വയ്യാതെ ഞാൻ 10 ദിവസം അവിടെ അഡ്മിറ്റായിരുന്നു. പിന്നെ 10 ദിവസത്തിന് ശേഷം കൗണ്ട് കൂടി ഞാൻ ഡിസ്ചാർജായി. വീട്ടിൽ വന്നെങ്കിലും എനിക്ക് എണീറ്റിരിക്കാനോ യാതൊരുവിധ ആരോഗ്യമില്ലാതെ ഞാൻ കിടപ്പായിരുന്നു. അപ്പം ഞാൻ മാതാവ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ട് കിടന്ന്, അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച്, കിടന്നുകൊണ്ട് തന്നെ ഞാൻ പ്രാർത്ഥിച്ച്, എനിക്ക് നാളെ നേരം വെളുക്കുമ്പോൾ എനിക്ക് യാതൊരുവിധ പ്രശ്നവും ഇല്ലാതെ എന്നെ എണീപ്പിച്ച് നിർത്തണമെന്ന് പ്രാർത്ഥിച്ച്, അങ്ങനെ തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഞാൻ കിടന്ന് രാവിലെ എണീറ്റപ്പോൾ എനിക്ക് യാതൊരു വിധമായ ആരോഗ്യ പ്രശ്നവും ഇല്ലാതെ മാതാവ് എന്നെ കാത്തുരക്ഷിച്ചു. അതുപോലെ തന്നെ 2024 എൻ്റെ ഒരു നിയോഗമായിരുന്നു. മാതാവിൻ്റെ അടുത്ത് ഞാൻ എഴുതിയിട്ടിരുന്നു, എൻ്റെ മോൻ എൻജിനീയറിങ് പഠിക്കുകയായിരുന്നു. 2024 അവൻ പാസ് ഔട്ട് ആകുമ്പോൾ അവന് നല്ല മാർക്കോടുകൂടി പാസ്സാകുവാനുള്ള കൃപ കൊടുക്കണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച്, അതിൻ്റെ ഫലമായി ഫസ്റ്റ് ക്ലാസ്സോടുകൂടി മോൻ പാസ്സാകുകയും അവൻ 2024 അവൻ ജർമ്മനിയിൽ മാസ്റ്റർ ഡിഗ്രിക്ക് പോകാനായിട്ട് അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്ത്, അങ്ങനെ അവൻ IELTS പരീക്ഷ എഴുതി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അവന് 6.5 കിട്ടി. അവൻ ജർമ്മൻ A2 പരീക്ഷയും പാസ്സായി, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അതും പാസ്സായി. അങ്ങനെ അഡ്മിഷൻ അപ്ലൈ ചെയ്തു. അങ്ങനെ മോന് അഡ്മിഷൻ കിട്ടി. ആദ്യം കിട്ടിയ അഡ്മിഷൻ വേറെ IELTSന് 7 വേണമായിരുന്നു. പക്ഷേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് 6.5 തന്നെ വേറെ കുറേ കോഴ്സുകൾക്ക് മോൻ അപ്ലൈ ചെയ്തിരുന്നു. അങ്ങനെ 6.5 മതിയായിട്ടുള്ള ഒരു അഡ്മിഷൻ എൻ്റെ മോന് മെക്കാനിക്കൽ എൻജിനീയറിങ്ങിൻ്റെ മാസ്റ്റർ ഡിഗ്രി എടുക്കാനായിട്ട് എൻ്റെ മോന് അഡ്മിഷൻ കിട്ടി. അതുപോലെ തന്നെ അതിനുശേഷം ഞാൻ വിദ്യാഭ്യാസ ലോൺ എടുക്കാൻ വേണ്ടി ബാങ്കിൽ പോയിരുന്നു. പക്ഷേ പലവിധ ആദ്യം ബാങ്കിലെ മാനേജർ പറഞ്ഞത് തരാമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ മോൻ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ് മോൻ അഡ്മിഷൻ കിട്ടിയത്. അവിടെ വലിയ ഫീസൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ 12.5 ലക്ഷം രൂപ നമ്മൾ കാണിച്ചാലേ നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. പക്ഷേ ലോണിൻ്റെ കാര്യം പലവിധ തടസ്സങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് കിട്ടാതെയായി. ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു. പിന്നെ ഇത്രയും പൈസ മോൻ പോകുമ്പോഴത്തേക്ക് ഒരു 16 ലക്ഷം രൂപ ചിലവാകും. ഇത്രയും പൈസ എങ്ങനെ കണ്ടെത്തുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. കാരണം ഹസ്ബൻഡ് വിദേശത്ത് നിന്ന് നാട്ടിൽ വന്ന് നിൽക്കുകയായിരുന്നു. അപ്പം പ്രത്യേകിച്ച് വരുമാനങ്ങളൊന്നും ഇല്ലായിരുന്നു. എങ്കിലും മാതാവിനോട് പ്രാർത്ഥിച്ച്, ജപമാല ചൊല്ലി മാതാവിൻ്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിച്ച്, കരഞ്ഞ് പ്രാർത്ഥിച്ച്, മാതാവേ ഞങ്ങൾക്ക് ഒരു വഴിയുമില്ല, മാതാവ് തന്നെ ഇത് കണ്ടെത്തി തരണം. അങ്ങനെ ഞങ്ങൾ സഹോദരങ്ങളോടൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ സഹോദരങ്ങളും അയൽക്കാരെല്ലാവരും കൂടി ഒരാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങളുടെ കയ്യിൽ 13 ലക്ഷം രൂപ കിട്ടി. അങ്ങനെ മോന് 12.5 ലക്ഷം രൂപ ബ്ലോക്ക്ഡ് അക്കൗണ്ടിലിട്ട് അടുത്ത മോന് VFSന് അപ്ലൈ ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെ VFSനുള്ള ഡേറ്റ് ഒരാഴ്ചയ്ക്കുള്ളിൽ ഡേറ്റും കിട്ടി. ഓഗസ്റ്റ് 14-ാം തീയതി മോന് VFSന് പോകാൻ പറ്റി. അങ്ങനെ ഒരാഴ്ചയ്ക്കുള്ളിൽ മോന് വിസയും കയ്യിൽ കിട്ടി. അങ്ങനെ എൻ്റെ ഒരു 5ാമത്തെ ഉടമ്പടി പുതുക്കലിന് ഞാൻ നിയോഗം വെച്ചിരുന്നു. എൻ്റെ മോൻ മാതാവിൻ്റെ ജനന തിരുനാളിൻ്റെ 8-ാം തീയതി എൻ്റെ മോന് ജർമ്മനിയിൽ പോകാനുള്ള ഭാഗ്യം നൽകണമെന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ആദ്യം ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ സെപ്റ്റംബർ 11-ാം തീയതിയാണ് കിട്ടിയത്. എങ്കിലും പിന്നീട് കറങ്ങിത്തിരിഞ്ഞ് അത് 8-ാം തീയതി എന്നെ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ സെപ്റ്റംബർ 8-ാം തീയതി എൻ്റെ മോൻ ജർമ്മനിക്ക് പോവുകയാണ്. അതുപോലെ തന്നെ ജൂലൈ മാസത്തിൽ എനിക്ക് എൻ്റെ തലയുടെ ഒരു വശത്തായിട്ട് ഒരു സിസ്റ്റ് വന്നിരുന്നു. അങ്ങനെ ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ എന്നോട് പറഞ്ഞ് CT സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ്, അങ്ങനെ ആ സ്കാൻ ചെയ്ത് ഞാൻ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ച് ആ സ്കാനിങ് റൂമിൽ കയറി. സ്കാനിങ് എടുത്ത് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് തലയുടെ അകത്ത് യാതൊരുവിധ പ്രശ്നവും ഇല്ല, അതൊരു ചെറിയ എന്തെങ്കിലും ഇൻഫെക്ഷൻ മൂലം വന്നതായിരിക്കും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഞാൻ മാതാവിൻ്റെ തൈലം തേച്ച് ആ സിസ്റ്റിൻ്റെ പുറത്ത് തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരാഴ്ചയ്ക്കുള്ളിൽ ആ സിസ്റ്റ് മാഞ്ഞു പോവുകയും ചെയ്തു. അതുപോലെ തന്നെ ആ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ പോയി, എൻ്റെ കുടുംബ വീട്ടിൽ പോയ സമയത്ത് എൻ്റെ മോൾ അടുത്ത വീട്ടിലേക്ക് പോകുന്നതിനിടെ ഒരു പട്ടി എൻ്റെ മോളുടെ പുറകെ ഓടി. അവളുടെ പപ്പ അടുത്ത് തന്നെ ഉണ്ടായിരുന്നെങ്കിലും മോള് മുന്നേ ഓടി, പട്ടി പുറകെ ഓടി. മോളെ കടിക്കാനായിട്ട് തൊട്ടടുത്തെത്തിയപ്പോൾ അടുത്ത വീട്ടിൽ ആ ചേച്ചി വന്ന് ഈ മോളെ പൊക്കിയെടുത്ത്. ആ ചേച്ചി മാതാവിൻ്റെ ഉടമ്പടി എടുത്തൊരു ചേച്ചിയായിരുന്നു. എനിക്ക് മനസ്സിലായി അത് മാതാവ് തന്നെയായിരുന്നു എൻ്റെ മോളെ വന്ന് പൊക്കിയെടുത്തത്. അല്ലായിരുന്നെങ്കിൽ ആ പട്ടി ആ സെക്കൻഡിന് എൻ്റെ മോളെ കടിച്ചേനായിരുന്നു. അങ്ങനെ മാതാവ് ഒത്തിരി അനുഗ്രഹങ്ങൾ, ചെറുതും വലുതുമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന് എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ സംരക്ഷണം എപ്പോഴും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന്, എപ്പോഴും ഒരു ചെറിയ പ്രശ്നം വന്നാലും അത് എൻ്റെ മാതാവ് എനിക്ക് പരിഹരിച്ചു തരുമായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥനയിലൂടെയും എല്ലാം. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട്
ഞാൻ പാവപ്പെട്ടവർക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിക്കുകയും രോഗികൾക്ക് വേണ്ട അവരെ തൈലം പൂശി പ്രാർത്ഥിച്ച് അവർക്ക് രോഗസൗഖ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. പിന്നെ രാവിലെ ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസം വഴിയരികത്തിരിക്കുന്നവർക്ക് രാവിലത്തെ പ്രഭാത ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുമായിരുന്നു. പിന്നെ രോഗികൾക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സാമ്പത്തിക സഹായം ചെയ്യുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ കൃപാസനം എന്ന് പറയുന്നൊരു ഉടമ്പടി എടുത്തവരുടെ ഒരു കൂട്ടായ്മയുണ്ട്. അതിലൂടെ ഞങ്ങൾ മാസത്തിൽ രോഗികൾക്കും അനാഥ മന്ദിരങ്ങൾക്കെല്ലാം സഹായം കൊടുക്കുമായിരുന്നു. അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന പത്രം ഞാനും എൻ്റെ മോളും കൂടി എല്ലാ വീട്ടിലും കയറി ഇറങ്ങി കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ ആത്മീയ വിശദീകരണത്തിനായി ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എല്ലാ ദിവസവും എനിക്ക് രാവിലെ എണീറ്റ് പള്ളിയിൽ പോകാൻ പറ്റുന്നത്. അതിലൂടെ എൻ്റെ ജീവിതത്തിലെ നിരവധിയായ പ്രശ്നങ്ങളെ എനിക്ക് പരിഹരിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് എൻ്റെ കുടുംബത്തിന് സമാധാനവും സന്തോഷവും ഉണ്ട്. 1 വർഷമായിട്ട് എൻ്റെ ജീവിത പങ്കാളിക്ക് ജോലിയില്ലെങ്കിലും എൻ്റെ സാമ്പത്തികമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ മാതാവ് ഞങ്ങളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു. സങ്കീർത്തനം 107, 20, 21. അവിടുന്ന് തൻ്റെ വചനമയച്ചവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടിവിച്ചു. അവർ കർത്താവിനെ അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യമക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുത കൃത്യങ്ങളെയും പ്രതി നന്ദി പറയട്ടെ. യേശുവിൽ പ്രിയമുള്ളവരെ, ലൂർദ് ടോമി കൊല്ലത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മോട് പറയുന്നത്. ഉടമ്പടി ജീവിതം വിശുദ്ധിയോടും വിശ്വാസത്തോടും സമർപ്പണത്തിൽ അമ്മയെ ഏൽപ്പിച്ചു. അമ്മ തൻ്റെ എല്ലാ കാര്യങ്ങളും വന്നു ചെയ്തു തരണമെന്ന്. അമ്മയുടെ ജനനത്തിൽ തിരുനാളിന് തന്നെ എൻ്റെ മോനെ വിദേശത്തേക്ക് അയക്കണമെന്ന്. അതിന് സാമ്പത്തികമില്ലായിരുന്നിട്ട് പല വ്യക്തികളോടായി ചോദിച്ചപ്പോൾ അമ്മയെ ഏൽപ്പിച്ചു കൊടുത്തതുകൊണ്ട് ലോണൊന്നും കിട്ടിയില്ല. പല വ്യക്തികളാണ് അവരെ സഹായിച്ചത്. അതിൽ തീഷ്ണതയോടുകൂടിയാണ് അമ്മയും മോളും കൂടി നടന്ന് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തത്. അറിയാത്തവരെ അറിയുകയും ആഴപ്പെടുത്തുകയും ചെയ്യുകയാണ്. അവരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് അവർക്ക് കിട്ടിയ നന്മകളെല്ലാം പരിശുദ്ധ അമ്മ തന്നതാണ്. അമ്മ വഴി കിട്ടിയ കാര്യങ്ങളാണ് ഇതെല്ലാം എന്ന് പറഞ്ഞ് സാക്ഷ്യമാണ് ആ പത്രത്തിലുള്ളത്. അതാണ് അവരെ വിവരിച്ച് കാണിച്ചു കൊടുത്ത് പറയുന്നത്. ഉടമ്പടി ജീവിതത്തിൽ നിങ്ങൾ വിശ്വാസത്തോടുകൂടി വിശുദ്ധിയോടുകൂടി ദിവ്യബലിയിലുള്ള തീഷ്ണതയിലും ജപമാലയിലും കുമ്പസാരത്തിലുമെല്ലാം ഭക്തിപൂർവം ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ അമ്മയെ സമർപ്പിക്കുന്നതൊരിക്കലും സമയത്തിൻ്റെ അമ്മ സമയം കുറക്കാതെ തന്നെ എടുത്ത് നിങ്ങൾക്ക് തരുമെന്ന് ഈ വ്യക്തികൾ നമ്മളോട് അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തി. പരിശുദ്ധ അമ്മ വഴി ഇവർക്ക് കൊടുത്ത ഈ വൻ കൃപകൾക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് കോടാനകോടി നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.